റെഡിമെയ്ഡ് ദോശമാവ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ദോശ കഴിച്ച് വിമലിന്റെയും ഭാവനയുടെയും 3 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞും 4 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞും മരണപ്പെടുന്നു. എന്നാൽ ഈ മരണത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാവുന്നു. ഗുജറാത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇവര് ഒരു കടയിൽ നിന്നും ദോശമാവ് വാങ്ങിച്ചോട്ട് വരികയും ദോശ ചുട്ട് കഴിക്കുകയും ചെയ്തു. 4 ദിവസത്തിന് ശേഷം ഇവർക്ക് 4 പേർക്കും ഫുഡ് പോയിസൺ ഉണ്ടാവുകയും ഇവരെ 4 പേരെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആദ്യം ഈ പറഞ്ഞ 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിക്കുകയും പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ഈ 4 വയസ്സുള്ള പെൺകുഞ്ഞ് മരിക്കുകയും ചെയ്തു. ഈ മരണം നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡ് പോയിസണിങ് ആണെന്നാണ് ആദ്യമേ എല്ലാ ആളുകളും കരുതിയത്. ഇത് ഒരു വാർത്തയായതിനു ശേഷം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി. അങ്ങനെ ഈ ദോശമാവ് വിറ്റിരിക്കുന്ന കടയിൽ ചെല്ലുകയും അവിടെ അന്വേഷണം നടത്തിയ സമയത്ത് ആ കടയിൽ നിന്നും അന്നത്തെ ദിവസം തന്നെ 100 കിലോയിലധികം ദോശമാവ് വിറ്റുപോയിട്ടുണ്ട്. എന്നാൽ മറ്റാർക്കും ഇത്തരത്തിലുള്ള ഒരു ഫുഡ് പോയിസണിങ് ഉണ്ടായതായിട്ട് പോലീസിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. ഈ കുട്ടികളുടെ വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഈ കുട്ടികളുടെ ശരീരത്ത് ചെറിയ അളവിൽ അലൂമിനിയം ഫോസ്ഫേറ്റിന്റെയും സിങ്കിന്റെയും അംശം കണ്ടെത്തി. ഇത് രണ്ടും വിഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് കീടനാശിനികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ഭാവനയുടെ മാതാപിതാക്കളുടെ ഒരു ഡയറി പോലീസ് കണ്ടെത്തുകയും ആ ഡയറിക്കകത്ത് എഴുതിയിരുന്നു, അതായത് ഈ വിമലിനും ഭാവനയ്ക്കും പെൺകുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു, അവർക്ക് ആൺകുട്ടികൾ മാത്രം മതിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആഹാരത്തില് ചെറിയ അളവില് ഇതുപോലെ വിഷാംശം നൽകിയാണ് ഈ കുട്ടികളെ ഇവര് കൊന്നത്. അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.